ഓക്കെ ഗായ്സ്, ഞാൻ ഇവിടെ എൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്ക് എടുത്തിട്ടൊന്ന് കറങ്ങാൻ പോവാണ്. ഇതാണ് എൻ്റെ ബൈക്ക്. യമഹേൻ്റെ VMAX ആണ്. സെറ്റ് ബൈക്കാണ്, അടിപൊളിയാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി ഈ വണ്ടിയും കൊണ്ടൊന്ന് കറങ്ങിയിട്ട് വരാൻ ഞാൻ വിചാരിച്ചു. 2 ദിവസമായി വാങ്ങിയിട്ട് അവന് തിരിച്ചു കൊടുക്കണം. എൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്കാണേ. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തൊരു ബില്യനെയറൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അവരെ വീട്ടിലൊന്ന് പോയേക്കാം. ഇതാണ് ആ വീട്. സെറ്റ് വീടാണ്, ഒരു രക്ഷയില്ല. ഇവിടെ ആരുതോ ഹെൽമെറ്റ് കിടക്കുന്നുണ്ട്. ആരുതാന്നറിയില്ല. എനിക്ക് തോന്നുന്ന വഴിപ്പോക്കന്മാർ ഊരിട്ടേക്കും. ഞാനും ഹെൽമെറ്റ് ഇങ്ങനെ ഊരിയിടാറുണ്ട്. ഈ വണ്ടി നോക്കി, എത്ര വണ്ടികളാണെന്ന്. എൻ്റെ കയ്യിൽ പിന്നെ ഗണ്ണൊക്കെ ഉണ്ട്. സൂം ചെയ്ത് നോക്കാം. ഈ ഗേറ്റ് തുറക്കണം. ആളെ വിളിക്കണം. വേണ്ട, ഓട്ടോമാറ്റിക്കാണ്. ഓക്കെ, ഇത് ബുഗാട്ടി. ഇതേതാ വണ്ടി? എനിക്ക് പേര് പ്രൊണൗൺസ് ചെയ്യാറില്ല ഇതിൻ്റെ. ഇത് ലംബോർഗിനി. എടാ, ഇതേതാടാ ഈ റെയറ് കാറ്? എടാ, ഇത് ബുഗാട്ടിൻ്റെ ഏതോ മോഡലാണ്, എനിക്കറിയില്ല. ഇത് മെർസിഡീസ് അങ്ങനെ ഏതോ ഒരു വണ്ടിയാണ്. മോനെ സെറ്റായിട്ട് എന്തായാലും. ഓക്കെ, മോനെ സെറ്റ് വണ്ടി. കണ്ടിട്ട് തന്നെ ഇപ്പം തന്നെ എടുക്കാൻ കൊതിയാവുന്നുണ്ട്. മോനെ വിഷയം കളറ്. ഇട്ടോടോ, താനാരോടോ? അല്ലേട്ടാ, ഞാൻ ഈ വണ്ടി നോക്കാൻ വന്നാണ്. താൻ ഇവിടുന്ന് പോയിക്കോ. എനിക്കറിയാം താൻ ഈ വണ്ടി എല്ലാം അടിച്ചു മാറ്റാൻ വന്നാണെന്ന്. അല്ലേ ചേട്ടാ, ഞാൻ ആ ബുഗാട്ടിയും പിന്നെ മറ്റേ ആ കാറും കണ്ടപ്പോൾ ഒന്ന് നോക്കി പോയതാണ്. ഗോൾഡൻ വണ്ടിയല്ലേ, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കറിയാം നീ ആ 2 വണ്ടി അടിച്ചു മാറ്റുന്നു. ഇന്ന് രാത്രി ഉറപ്പായിട്ട് നീ ഒന്ന് അടിച്ചു മാറ്റും. നീ ഇവിടുന്ന് അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസ് വന്നാൽ പിന്നെ പണിയാവട്ടോ എനിക്ക്. അയ്യോ ചേട്ടാ, വിളിക്കണ്ടേ. ഞാൻ ആരും അടിച്ചു മാറ്റാനൊന്നും വന്നല്ല. പക്ഷേ ഈ ചേട്ടന് എന്തിനാണ് വെറുതെ ആളെ ഇതാക്കുന്നുണ്ട്. ഗൈസ്, ആ ചേട്ടൻ പറഞ്ഞു ഗൈസായിട്ട് എനിക്ക് ചൂടായി. ഞാൻ വീണ്ടും മധുരമാടി. താൻ എന്തോടോ കാണിച്ചേ? എല്ലാവരും ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? താൻ കുറേ നേരമായല്ലോ ഇവിടെ വന്ന് ഷോർക്കുന്നത്. ആന്ന് ഡോടോ, ഞാൻ മാമിനെ വിളിക്കും, പോലീസിനെ വിളിക്കും. താൻ എന്തിനാടോ മതിലാടിയേ? മതിലാടി എന്താ? മതിലൊന്നും ആയില്ലല്ലോ. ആന്ന് ഞാൻ അവിടുന്ന് പോവാ. അപ്പം ഗൈസ്, അയാളവിടെ കുറേ നേരമായി ഷോർക്കുണ്ട് അവിടുന്ന്. നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം. ഈ വണ്ടി എന്തായാലും അവനെ കൊണ്ടു കൊടുക്കാം, എൻ്റെ ഫ്രണ്ടിന്. അയാൾ വെറുതെ ഷോർക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് രാത്രി ഒരു പണിയുണ്ട്. ആ വണ്ടി നൈസായിട്ട് ഞാൻ പൊക്കും, അത് ഉറപ്പാണ്. വണ്ടി അടിച്ചു മാറ്റിക്കാൻ രാത്രി. ഓക്കെ, ഇതാണ് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്. ഇനി അവന് ഈ ബൈക്ക് കൊടുക്കണം. അവന് പിന്നെ ഈ ബൈക്കിൻ്റെ 2 എണ്ണം ഉണ്ട്, ഇതേപോലത്തെ 2 എണ്ണം ഉണ്ട്. ഓക്കെ, രണ്ടും സെയിമാണ്. എന്താ കിട്ടിയെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമുക്കിനി ഒരു ഓട്ടോ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ വേണ്ട, വണ്ടി കിട്ടുമോ? ടാക്സി കിട്ടുമോ? ഇല്ല, ടാക്സി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ഓട്ടോ വരുന്നവരെ വെയിറ്റ് ചെയ്യും. ഓക്കെ ഗൈസ്, നമുക്ക് ഫൈനലി ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ഈ ഓട്ടോയും കൊണ്ട് വീട്ടിൽ പോകണം. എന്താണത്? ഓട്ടോയ്ക്കൊരു കൺട്രോളില്ലല്ലോ. ഇയാൾക്കൊന്ന് വണ്ടി ഓടിക്കാൻ അറിയില്ലേ? താനൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇപ്പോൾ ഓട്ടോയൊക്കെ അങ്ങനെ പോകുന്നത്. എൻ്റെ പൊന്നെ, എന്നാൽ നിങ്ങൾ മര്യാദയ്ക്ക് ഓടിക്കും പ്ലീസ്. ഓഹ് ഗൈസ്, ഇയാൾ ഓടിക്കാറില്ല വണ്ടിയെന്ന് തോന്നുന്നു. എനിക്ക് വണ്ടി ഓടിക്കാറില്ല. ഓക്കെ, സ്ഥലത്തിണ്ട്. ചേട്ടാ, എത്രയായി? 50 രൂപയായി. എന്താ ചേട്ടാ 50 രൂപ? ചേട്ടൻ പോയിക്കോ, ഞാൻ വീട്ടിൽ പോട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഈ വണ്ടി കൊടുക്കണം. ഈ വണ്ടി കൊടുത്തിട്ട് നമുക്ക് പുതിയൊരു വണ്ടി വാങ്ങണം. അതാണ് എൻ്റെത്. ഇന്നാണത് പുതിയ വണ്ടീൻ്റെ രജിസ്ട്രേഷൻ. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഡ്രസ്സ് മാറിയിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, ഞാൻ അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യും, വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് പോവാം. അങ്ങോട്ട് രജിസ്ട്രേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക്. ഓക്കെ, നമ്മൾ വണ്ടി അങ്ങനെ നൈസായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഈ വണ്ടി കുറേ പേർക്ക് അറിയായിരിക്കും. ഇതാണ് ഇന്നോവ കാറാണ്.
ഓക്കെ ഗൈസ്, ഇവിടെ അടുത്തൊരു പമ്പുണ്ട്. നമുക്ക് ഈ പമ്പിൽ പെട്രോൾ അടിക്കാം, ഡീസൽ അടിക്കാൻ കയറാം. ഡീസൽ അടിച്ചിട്ട് ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഡീസലൊക്കെ അടിച്ച് എനിക്ക് ആ സിറ്റിയിലേക്ക് നേരിട്ട് പോകേണ്ട വഴി അറിയാത്തത് കൊണ്ട് നമുക്ക് ഇതിലേ പോവാം. ഇതിലേ അങ്ങ് പെടച്ച് വിടാം. ഓക്കെ, ഈ വണ്ടിക്ക് ടോപ്പ് സ്പീഡ് ഉണ്ട്. അതിന് 280 ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. ഓക്കെ, 280 ടോപ്പ് സ്പീഡ് ഉണ്ട്. ഓക്കെ, അതാണ് ഗൈസ് ആ സിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടേക്ക് നേരിട്ട് പോകേണ്ട വഴി എനിക്ക് അറിയില്ല, അതുകൊണ്ടായി അതിലേ പോകുന്നത്. ഇതിലേ പോകുമ്പോൾ നല്ലൊരു സുഖമാണ്. ഓക്കെ, ഇതെന്തത് വണ്ടിയൊക്കെ ചറവറ പൊട്ടാണ്. ഓക്കെ, നമുക്ക് അപ്പുറത്തേക്ക് കിടക്കണം. ഓക്കെ, ചെറിയൊരു ചുമ. ഓക്കെ, നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവനെ വിളിച്ചു ചോദിക്കാം, എവിടെയാ വണ്ടി ഉള്ളതെന്ന് വിളിച്ചു ചോദിക്കാം. ഓക്കെ, ഞാൻ അവനോട് വഴിയൊക്കെ ചോദിച്ചു. ഇതാ സംഭവം ഇതിൽ തന്നെയാണ്. ഓക്കെ, അവിടേക്കല്ല, ഇവിടേക്കാണ്. ഇതാ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ എടാ അഖിലേ, എന്തൊക്കെയുണ്ട് വിശേഷം? എത്ര നാളായി കണ്ടിട്ട്? ആടാ ഫ്രാങ്ക്ലിനെ, നീ വേഗം പോയി അകത്തേക്ക് പോയി ഒപ്പിട് പോയിട്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ആവുമല്ലോ, ആ വണ്ടി നിനക്ക് കിട്ടും, നീ വണ്ടി കൊടുക്കുകയും ചെയ്യും. ഓക്കെ, നമുക്ക് പോയി ഇവിടെ ചെയ്യാം. രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേഗം വരാം. ഓക്കെ, രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എടാ അതേ വണ്ടി എടുത്തിട്ട് പോവാണ്. നീ വണ്ടി ഓണറിന് കൊടുത്തോ? ഓടോ, ശരിയടോ. ഓക്കെ, ഈ സ്കോർപ്പിയോ ആണ് എൻ്റെ വണ്ടി, സ്കോർപ്പിയോ S11 അങ്ങനെയാണ് പറയാമെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടില്ലേ, എല്ലാം വർക്ക് ചെയ്യൂ. നമുക്ക് ഈ വണ്ടി എടുത്ത് നൈസായിട്ട് പോവാം. എടാ ബായിട്ടോ. ഓടോ ബായ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി വണ്ടി എടുത്ത് വേറെ പോവാം. ഓക്കെ, ഇതാണ് ഗൈസ് വണ്ടി, സെറ്റ് വണ്ടിയാണ്. ഓക്കെ, നമ്മളങ്ങനെ പുതിയ വണ്ടിയൊക്കെ എടുത്തേക്കാണ്. ഇനി ഈ വണ്ടിയിൽ ഡീസൽ കുറവാണ്, കുറച്ച് അടിക്കണം. അപ്പോൾ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് നോക്കട്ടെ, 300 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഓക്കെ, നമുക്ക് വണ്ടിയിൽ ഡീസൽ അടിക്കണം. നമുക്ക് ഡീസൽ അടിക്കാം. ഡീസൽ അടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവാം. ഓക്കെ ഓക്കെ, ഞാൻ ഡീസലൊക്കെ അടിച്ചിട്ടുണ്ട്. ഡീസൽ അടിച്ച് ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. പോവാം. നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി പരിപാടി നോക്കാം. ഓക്കെ ഗൈസ്, ഈ വണ്ടി പിന്നെ ബ്ലാക്കിൽ കാണാം, സെറ്റായിട്ടുണ്ട്, അടിപൊളി വണ്ടിയുണ്ട്. ഇതെന്താടാ റോഡിലൊക്കെ ഹെൽമെറ്റ് കിടക്കുന്നത്? ആരൊക്കെ ഇത് ഹെൽമെറ്റ് അവിടെ കൊണ്ടിടുന്നത്? എനിക്കറിയില്ല ആരാന്ന്. നമുക്കെന്തായാലും ഈ വണ്ടി അങ്ങോട്ട് കയറ്റാം. ഓക്കെ, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് അല്ല, രാത്രി ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മറ്റേ വണ്ടി എടുക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും ഇതാക്കാൻ പോവാണ്. അടിച്ചു മാറ്റണ്ടേ, അതിന് നമ്മൾ വേറൊരു വണ്ടി എടുക്കണം. ഗൈസ്, എൻ്റെ ഈ സൈക്കിളുണ്ട്, സ്പ്ലെൻഡറൊക്കെ ആയിട്ട് പോയാലേ. സ്പ്ലെൻഡർ അത്യാവശ്യം മൈലേജുള്ള വണ്ടിയാണ്. പിന്നെ സ്കോർപ്പിയോ എടുത്ത് പോയാൽ അത് ഇപ്പം എടുത്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ 2 വണ്ടി എടുക്കില്ല. അയ്യോ എൻ്റെ അമ്മോ, മതിലേക്കൊക്കെ കയറ്റുന്നത്. അയ്യോ, സ്റ്റക്കായോ. ഓക്കെ, ഫൈനലി നമ്മുടെ സൈക്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സൈക്കിൾ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. അവിടെ ബില്യനറിൻ്റെ വീട്ടിൽ പോയിട്ട് സൈക്കിൾ അടിച്ചു മാറ്റുന്നുണ്ട്, കാർ അടിച്ചു മാറ്റണം. ഓക്കെ, അയാളെ വീട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ആ സെക്യൂരിറ്റിയാണ് ഒരിത്. അയാൾ രാത്രി ആകുമ്പോഴേക്കും പോയിണ്ടാവും, എന്താ അറിയില്ല. ഓക്കെ, ഇനി നമുക്ക് നേരെ അയാളെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ അതാ ഇവിടെയും കുറേ ഹെൽമെറ്റ് അടക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ആ കാർ അവിടെ ഉണ്ട്. ഇനി നമുക്ക് മതിൽ ചാടി കിടക്കേണ്ടി വരും. ഈ മതിൽ ചാടേണ്ടി വരും. നമുക്ക് ഈ മതിൽ നൈസായിട്ട് ചാടിക്കോ. ഓക്കെ, അയ്യോ ഞാനിവിടെ തലയിൽ കുത്തനെ വീണേ. ഓക്കെ, പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല.
നമുക്ക് ഈ കാർ എടുത്ത് വേണം ഓട് കാറെടുക്ക് അല്ല എടുത്തോ എടാ ലോക്കാടാ എടാ ഇത് ലോക്കാടാ എടാ 2 കാർ ലോക്ക് ഞാൻ എന്ത് ചെയ്യും എടാ ഉള്ളിൽ പോയി കീ എടുക്കേണ്ടി വരുന്ന തോന്നുന്നത് ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം ഉള്ളിൽ പോയിട്ട് കീ നൈസായിട്ട് എടുക്കാം അതാണ് ഇപ്പോൾ നടക്കുകയുള്ളൂ കയറിക്കോ ഗൈസ് ഉള്ളിലാരെയുണ്ടോ വേഗം അങ്ങോട്ട് പോയിട്ട് ഒളിച്ച് ഞാൻ വിളിച്ചു ഇവിടെ ആരുമില്ല ഗൈസ് ആരും കാണാനില്ല ഓക്കെ ഇവിടെ കീ ഇവിടെയും ഇല്ല ഇതിൻ്റെ ഉള്ളിലുണ്ടോ ഈ ഡ്രോയറിൽ എടാ ഞാൻ എന്തിനാ ഇതിൻ്റെ മുകളിൽ കയറിക്കുന്നത് എടാ മതിലിൻ്റെ മുകളിലൊക്കെ കയറിക്കുന്നടാ ഇതെന്തോ ഇല്ലാണ് ഈ വീടിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ് ഫുള്ള് ഇതാണ് ഒന്നും കൂടി അകത്തേക്ക് പോകാം ഓക്കെ ഗൈസ് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഡ്രോയിൻ്റെ ഉള്ളിൽ വീണ്ടും ഇത് ഗൈസ് അവിടെ എന്നാലും കീഴില്ല നമുക്ക് ഈ ബെഡിൻ്റെ ഇവിടെ നോക്കാം കയറടാ ഗൈസ് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി തരയാ ഇവിടെ PS5 ഒക്കെ ഉണ്ട് നമുക്ക് ഡ്രോയറിൽ നോക്കാം ഓക്കെ നോക്കട്ടെ കിട്ടി ഇനി ഇവിടെ നിന്ന് ചാടുക ഒന്നും ചാടാൻ പറ്റൂല പേടിയാവുന്നുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ചാടാം അയ്യോ ചെറുതായിട്ടൊന്ന് തലയിടിച്ചു അത്രേ ഉള്ളൂ വേറൊന്നുമില്ല ഓക്കെ ഇനി നമുക്ക് ഏത് വണ്ടി ഫസ്റ്റ് എടുക്കുക ഗൈസ് ഈ വണ്ടി എടുക്കുക ഇതെന്തത് ഈ കമ്പി ഈ വണ്ടിയുള്ള സ്ഥലത്തെ കമ്പിയുള്ളൂ വേറെ എവിടെ ഇല്ല ഓക്കെ എവിടെ ഈ വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് DMGയോ എന്തോ ഒരു MG എഴുതി വെച്ചിട്ടുണ്ട് വണ്ടി റിവേഴ്സ് എടുക്കാൻ മുന്നോട്ട് വെക്കുക ഇനി നമ്മൾ വണ്ടി മാറി ഗേറ്റ് മാറി തുറക്ക് എടാ പോടാ ഓക്കെ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഈ വണ്ടി എൻ്റെ വീട്ടിലൊക്കെ പോവാന്ന് അങ്ങനെ വെച്ചാൽ എന്നെ പോലീസ് പിടിക്കൂ അപ്പം നമുക്കൊരു കാര്യം ചെയ്യും ഈ വണ്ടി വിൽക്കാം അതാണ് നല്ലത് ഓക്കെ ഇവിടെയുള്ള ഇതൊരു വിൽക്കുന്ന സ്ഥലമാണ് കാർസ് മാത്രം സെയിൽ ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഉള്ള ആളെൻ്റെ ഫ്രണ്ടാണ് നമുക്ക് ഇയാളൊന്നും ചോദിച്ചു നോക്കാം വിൽക്കാൻ പറ്റുമോ ഓക്കെ ഗൈസ് അയാൾ സമ്മതിച്ച് അയാൾ കാറകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മറ്റേ കാറും കൂടി വെച്ച് എടുക്കാം മറ്റേ കാറും കൂടി നമുക്ക് പോയി എടുത്തിട്ട് തരാം നമുക്കൊരു കാര്യം ചെയ്യാം ഇനി വാൻ പോയിട്ട് അടുത്തതും കൂടി എടുത്തിട്ട് വരാം പൊന്നെ ഒക്കെ എന്തായാലും വാൻ പോയി എടുക്കാമല്ലോ അയ്യോ ചേച്ചി എന്തെങ്കിലും തരണം ചേച്ചി എനിക്ക് ഞാൻ പാവപ്പെട്ട ആളാണ് ചേച്ചി എനിക്ക് എന്ത് തിന്നാൻ തരണം ചേച്ചിയെ 2 ആഴ്ചയായിട്ടൊന്നും കഴിച്ചില്ല ചേച്ചിയെ കള്ള എൻ്റെ വണ്ടി എവിടെടാ അയ്യോ ചേച്ചി ഏത് വണ്ടി എനിക്ക് വണ്ടീനെ കുറിച്ചൊന്നും അറിയില്ല ഞാൻ വണ്ടീനെ പറ്റി പഠിക്കാറില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ CCTVൻ്റെ അവിടെ CCTVയിലെല്ലാം കണ്ട് നീയാണ് എൻ്റെ വണ്ടി അടിച്ചു മാറ്റിയേ വിത്തിൻ സെക്കൻഡ്സിൽ നിന്നെ പോലീസ് വെക്കും എന്നിട്ട് എല്ലാ സത്യവും തുറന്നു പറയിപ്പിക്കും ചതിച്ചോ